വെൽക്കം ബാക്ക് ടു സകടമ്മ വ്ളോഗ്സ്. സകടമ്മ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ എവിടെ പോവാ? നമ്മൾ അരുവിക്കൽ അമ്പലത്തിൽ പോവാ. ഏതമ്പലമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഫ്രണ്ടിൽ വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ട് അമ്പലമുള്ള അവിടെ പോവാണ്. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന്. അപ്പോൾ 5 മണിയായി, 1 മണിക്കൂർ ഇവിടുന്ന് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരുടെയും ഔട്ട്ഫിറ്റൊക്കെ ഉണ്ടോ? അച്ഛനും അഭിച്ചനും എടപ്പുമൊക്കെ മുണ്ട ഷർട്ടും, എടപ്പ് പുതിയ ഷർട്ടും ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ്. അമ്മയും ഞാനും ചാക്കിളി പീക്കിളി ചുരിദാറായിപ്പോയി. നേരം കിട്ടിയില്ല ഞങ്ങൾക്ക് സെറ്റൊക്കെ കൊടുക്കാൻ. നമ്മുടെ പറമ്പിൽ വിഷം അടിക്കാനൊക്കെ പോയിട്ട് വന്നപ്പോൾ താമസിച്ച് അമ്മേനെ പിടിക്കാൻ എനിക്ക് ശ്വാസം മുട്ടുന്നു. കൊതു കുത്തിയെന്ന് തോന്നുന്നു. കേശുവിനെ കൊതു കുത്തി. നമ്മൾ എത്തി അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കളത്തൂരാണ്, കുളത്തൂരായിരുന്നു. ഒക്കെ അവിടെ എവിടെയോ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. അവിടെ ആളുകൾ ഒരുപാട് പേരുണ്ട് അവിടെ. അതാണ് അമ്പലം. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തില്ല. ഐസ്ക്രീം വണ്ടിയാണല്ലോ കൈസ് ആദ്യം തന്നെ കാണുന്നത്. നമുക്ക് പോയി തൊഴുത് വെള്ളമൊക്കെ കണ്ടിട്ട് തിരികെ വരാം കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ വന്ന് ഇനിയിപ്പോ അങ്ങോട്ട് തൊഴുതിട്ടൊക്കെ ബാക്കി കാണാം എന്നൊക്കെ വിചാരിക്കുന്നു. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇതിനെക്കൂടെ എന്നെക്കൂടെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ചെല്ലട്ടെ, നടക്കണം കുറച്ച്. നേരമില്ലായിരുന്നല്ലോ, ഇപ്പൊ തന്നെ 6 മണിയായില്ലേ. ഞങ്ങൾ സെറ്റ് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാ ഗൈസ്. പക്ഷേ വിചാരിച്ച 4 മണിക്കാണ് പറഞ്ഞത്. 4 മണിക്ക് വന്നിട്ട് 1 മണിക്കൂർ കൊണ്ട് കുളിച്ച് വരുമെന്ന് പറഞ്ഞാൽ സെറ്റ് കൊടുക്കാൻ പറ്റുമോ? എന്നെ അമ്മ കുടിപ്പിക്കണം, പിന്നെ അമ്മ കൊടുക്കണം. നടക്കത്തില്ല, അതൊക്കെ സമയം വേണം. സാരി വെച്ച് കൊടുക്കണം. പിന്നെ പെട്ടെന്ന് നേരത്തെ തീരുമാനിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതെ സെറ്റും കൊണ്ടൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് നമ്മൾ വന്നു. നല്ല ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ അതിഊഷ്മളമായ സുരഭിലമായ പ്രദേശം. ഹായ്. പക്ഷെ ഇവിടം വരെ കുളിക്കട പോലെ ആക്കി കളഞ്ഞു കഴിച്ചവർക്ക് കൂടെ. ഇവിടെ അറ്റത്തിരുന്ന അടിപൊളി പ്രദേശം, നല്ല രസം. ഇഷ്ടപ്പെട്ടോ അമ്മ? അതൊന്നാണ് ഇച്ചിരി കയറ്റി വെച്ചു. അതറിയത്തില്ല. അമ്പലത്തിലൊക്കെ തൊഴുത് അമ്പലത്തിൽ തൊഴുതു, കേശുവും തൊഴുതു, എല്ലാരും തൊഴുതു. അതെ അതെ ഉണ്ടോ? നമുക്ക് അവിടെ വെള്ളത്തിൽ പോകാം. അമ്പലത്തിൽ വന്ന് തൊഴുകാന്നുള്ളതായിരുന്നു ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞ് ഇനി വെള്ളത്തിലിറങ്ങാം. വലുതാണ് കേശു അച്ഛൻ. കേശുവിനെ വെള്ളത്തിൽ തൊടിയിച്ച്. ഇഷ്ടപ്പെട്ടോ? സൂക്ഷിച്ച്. നിക്കർ വേറെ ഉണ്ട്.
സന്ധ്യയായപ്പോൾ വെള്ളം കൂടുവാണേ. അവിടെ വരെ പോയിട്ട് വരാൻ പിടിച്ചേ. തെന്നുന്നുണ്ട്, നല്ലോണം തെന്നുന്നുണ്ട് കേട്ടോ, നല്ലോണം തെന്നുന്നുണ്ട്. നോക്കി നടക്കാവുള്ളൂ. എന്നെ അമ്മ പേടിപ്പിക്കുക കാര്യം. തെന്നുന്നുണ്ട് ഗൈസ്, കാല് ഇക്കിളിയാവുന്നു തെന്നിട്ട്. ചാടുന്നതിൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. അയ്യോ ചേട്ടൻ വന്ന് ചാടി. എന്ത് ഭംഗിയാ നോക്ക് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു അമ്മ അമ്പലം? അമ്പലത്തിൽ ഭഗവാനെ കയറി തൊഴുതാനും കാണാൻ പറ്റും. പിന്നെ ഭയങ്കര വെള്ളവും കുഞ്ഞു ചെറുക്കൻ കാരണം ഒരു രക്ഷയില്ല. അവൻ അതിനകത്തൂടെ നടക്കണം. ഒരു വിധത്തിൽ അവനെ ഊരി എടുത്തോണ്ട് പോകുന്നുണ്ട്. അവൻ ഭയങ്കര വെള്ളമായിരുന്നു. അവൻ അത് വെള്ളത്തിൽ കിടന്ന് കളിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? കുഴപ്പമില്ല, നല്ല അമ്പലത്തിനകത്ത് കയറി തൊഴുതായിരുന്നു. ഭഗവാനെ കണ്ട് എല്ലാവരും തൊഴുതു. നല്ല രസമായിരുന്നു തൊഴുതെല്ലാം. അതെ, ശിവനും ഉണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയും ഉണ്ട്, ഗണപതി ഭഗവാൻ എല്ലാവരും ഉണ്ട്. നല്ല രീതി ബാക്കി വെള്ളം ചാട്ടവും കണ്ട് ആൾക്കാരെല്ലാം അവിടെ കിടന്ന് കുളിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ് പോരുവാ. അതെ, നിങ്ങളും പറഞ്ഞ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അമ്പലമൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും വരണം കേട്ടോ.